നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അവൽപുട്ടാണ്. അവൽപുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം അവൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറു തീയിലിട്ട് വേണം അവൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. അവൽ കരിഞ്ഞു പോകരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും ഇത്. നമ്മൾ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകരുത്. അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വറുക്കുന്നതിനിടയ്ക്ക് നമ്മൾ നോക്കണം. നമ്മുടെ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഒന്ന് പൊടിയുന്ന പരുവാകണം. മൂത്തിട്ടില്ല. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പുട്ടിന് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ നല്ല ജീരകം കൂടെ ചേർന്ന് കഴിയുമ്പോൾ പുട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത്. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അതിൻ്റെ പരുവമായിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലെ പൊടിയണം. നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ചെറു തരിയോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ചെറു തരിയോടുകൂടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നനച്ചെടുക്കാം. നനച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 2 സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ട് ഇത് കുതിർന്ന് വരും. അതിന് ശേഷം നമുക്ക് പുട്ട് റെഡിയാക്കാം. നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ അവൽ പൊടിച്ചത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറ്റിയിൽ സാധാരണ പുട്ട് പുഴുങ്ങുന്നത് പോലെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതേപോലെ കുറേശ്ശെ വാരിയിട്ട് കൊടുക്കാം. വീണ്ടും ലേശം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് വാരി ഇടുമ്പോൾ തന്നെ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുക. ഇനി ഇത് ആവിയിൽ വെന്ത് കൂടെ വരുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവും. ഒന്നുകൂടെ എടുക്കാം. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കൂടുതൽ നേരം ഇപ്പോൾ ആവി വന്നു തുടങ്ങി. ഇനി നമുക്കിതെടുത്ത് കുത്തിയെടുക്കാം.
അപ്പം നമ്മുടെ അവൽ പുട്ട് ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള പുട്ടാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്